സാർ ഈ അമ്മയിലെ ആഭ്യന്തര കലഹമൊക്കെ ഒരു വഴി വിട്ട് പോയതിന് ശേഷം ഇപ്പൊ റെക്കോർഡുകൾ പുറത്തു വന്നത് അമ്മയിലെ വിഷയങ്ങളുടെ റെക്കോർഡ് പുറത്തു വന്ന പിഷാരടിയായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നലെ വന്ന ഒരു റെക്കോർഡിംഗ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിൽ അവരുടെ സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഈ സദാചാര നമ്മുടെ വല്യപ്പന്മാരെല്ലാരും കൂടി എടുത്തിട്ട് അതിനെ അലക്കുന്നുണ്ട്. പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിലുടെ പിന്മുറക്കാരനാണ്, അല്ലെങ്കിൽ പിഷാരടി മാങ്കൂട്ടത്തിൽ, രമേശ് മാങ്കൂട്ടത്തിൽ എന്നൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ സാധനങ്ങൾ. പക്ഷെ അത്തരത്തിലൊരു റെക്കോർഡിംഗ് പുറത്ത് വിട്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ഇതിപ്പോ എങ്ങോട്ടാണ് ഈ പോക്ക്? അല്ല, എന്തായാലും പുറത്ത് വിട്ടല്ലോ. ഇനിയിപ്പോ വിട്ടതിന്റെ ആവശ്യകത ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഡാം പൊട്ടി എന്തായാലും, അപ്പൊ പിന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ആ ചർച്ച ചെയ്യാം. വെള്ളത്തിന്റെ ഒഴുക്ക് കോൺഗ്രസിലേക്കാണോ എന്ന് അത് ചോദിക്കുന്നത്. ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാൽ എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ പറയാം. എന്നോടല്ല കേട്ടോ, ശരിക്കും മനോരമയിൽ പത്രത്തിലുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഒരു സെൻ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഗുരു, എൻ്റെ മനസ്സിൽ എപ്പോഴും രണ്ട് കുതിരകൾ തമ്മിൽ യുദ്ധം നടക്കുന്നതായി തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും നന്മയുടെയും കുതിര, മറ്റൊന്ന് ലഹരിയുടെയും അലസതയുടെയും നാശത്തിൻ്റെയും കുതിര. ഇതിൽ ഏത് കുതിരയായിരിക്കും ഒടുവിൽ വിജയിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയണേണ്, നീ ഏത് കുതിരക്കാണോ ദിവസവും തീറ്റ കൊടുക്കുന്നത് ആ കുതിര വിജയിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ എനിക്ക് മോഹൻലാലിനോട് പറയാനുള്ളത്, വെറുതെ മനോരമയിലൊക്കെ എഴുതി സമയം കളയാതെ ഇത് അമ്മയുടെ മീറ്റിങ്ങിൽ നിന്നൊരു പ്രസംഗിക്കണം. എന്നിട്ട് എല്ലാവരോടും പറയണം, നിങ്ങൾ നിങ്ങളുടെ മര്യാദക്കുള്ള കുതിരക്ക് തീറ്റ കൊടുക്കൂ. നിങ്ങളിപ്പോൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അലസതക്കും മറ്റേ വേഷം കെട്ടിലൊക്കെയുള്ള കുതിരക്കാട് എന്നുള്ളത് ആദ്യം എന്നെ പറയണോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ താങ്കൾ അറിയേണ്ടത്, ഇത് ഏറ്റവും ആദ്യമേ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ശ്വേത യുദ്ധമുഖം തുറന്നേക്കണതും ശ്വേതയുടെ ഗ്രൂപ്പ് യുദ്ധമുഖം തുറന്നേക്കണതും ആളുകളെ ടാർണിഷ് ചെയ്യാനാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അൻസിബ ഹസന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. മനസ്സിലായി? അതായത് എന്ത് ചെയ്യുന്നു, പാതിരാത്രി 4 മണിക്ക് ഒരു യുവാവ് എന്നാണ് മുഖം മൂടി ധരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള അവതരണമുണ്ട്. അത് കാര്യമാണ്. രണ്ടാമത്തത്, ഇപ്പം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മറ്റേ പിഷുവിനെ തകർത്ത് കളഞ്ഞ, പിഷുവിനെ സ്റ്റമ്പ് തെറിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടു. ആ വീഡിയോയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് വിട്ടുണ്ട്. ഇത് പുറത്തേക്ക് വിടുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ യഥാർത്ഥത്തിൽ പിഷു നാണം കെട്ടു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പിഷുവിൻ്റെ ചിരി എന്ന് പറയുന്ന ഒരു വഷളം ചിരിയാണ്. അതിലൊരു സംശയമില്ല. അപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, വഷളം ചിരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പുള്ളി ചോദിക്കുന്നുണ്ട്, ഹലോ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഈ ഹലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് കേട്ടാൽ വേറൊരു കാര്യം കേൾക്കണ്ട. ഇതിൻ്റെ വേറൊരു മുന്നിലൊരു ഭാഗമുണ്ട്. കാരണം വെച്ചാൽ വെരി സാഡ് എന്ന് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെ ടോണിലെ ഏതോ ഒരു ഭാഗമാണിത്, കഴിഞ്ഞ തവണത്തെ ക്ലിപ്പിൽ. അപ്പോൾ വെരി സാഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചോദിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ പറയുന്നു, ഞാൻ ക്രൗൺ പ്ലാസയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രൗൺ പ്ലാസയിലാണെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പരിപാടി എന്നാണ് ചോദിക്കുന്നത്. എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഇവിടെ വരും എന്ന് പറയും. അപ്പോൾ പിഷായി ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ച് അങ്ങ് നിർത്തിയാൽ മതി. പക്ഷെ പിഷു മറ്റേ കുതിരക്ക് തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നത് മോഹൻലാൽ രണ്ടാമത്തെ കുതിര. അപ്പൊ അതുകൊണ്ട് പിഷു എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പിഷു അവിടെ വെച്ച് നിർത്തിയില്ല. പിഷുവിൻ്റെ അടുത്ത ചിരിയാണ്. പിഷുവിൻ്റെ ചിരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഈ ഷാരൂഖ് ഖാൻ്റെ ഒരു ചിരിയുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും അറിയാം. അതുപോലത്തെ ഒരു ചിരിയാണ് പിഷു ചിരിച്ചത്. കാരണം ഈ അദ്ദേഹം മറ്റേ ചെന്നൈ എക്സ്പ്രസ്സിലൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഏത് സംഭാഷണത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ചിരിക്കും. അപ്പോൾ അതേപോലെ പിഷുവിൻ്റെ ഒരു ചിരി എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റുള്ള ചിരിയായിരുന്നു എന്ന് പറഞ്ഞ ചിരി. ഈ ചിരി കഴിഞ്ഞതിന് ശേഷവും അവരെന്താണെന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ചോദിച്ചില്ല. അപ്പൊ പിഷു പിന്നെ ചിരി നീട്ടിക്കൊണ്ടിരിക്കണേന്ന്. ലാസ്റ്റ് പിഷു പറയണേണ്, ഞാൻ എന്താണെന്ന് അറിയോ. അപ്പൊ വീണ്ടും എന്താന്ന് ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ അതാ പറഞ്ഞ ഭാഗത്ത് തന്നെയായ അവർ ഈ ചിന്തയിലേക്ക് വരില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ അതിന് പിഷു പിന്നെ ചിരി തുടരണേ, ഈ വൃത്തിയുടെ ചിരി. അതിന് പിഷു ഉടനെ തന്നെ പറയണേണ്, ഞാൻ രണ്ടും കൂടി കണക്ട് ചെയ്തിരുന്നു. ഏത് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഹസ്ബൻഡ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും പരിപാടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാൻ പറയുന്നില്ല, വീട്ടിൽ ആ പെങ്കൊച്ചിനൊക്കെ ബോംബെ എന്നുള്ളതാണ്. ഇനി മലയാളം വലുതായിട്ട് അറിയാൻ പാടില്ലെന്ന് തോന്നി. എന്ത് പറയുമെന്ന് എനിക്കറിയാം. വിഷു ആണെങ്കിൽ 3 എണ്ണം കഴിഞ്ഞ് 4ാമത്തേന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എന്താ ഈ പരിപാടിയൊക്കെ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. താളം കിട്ടും, ഒരു സംശയമില്ല. യഥാർത്ഥത്തിൽ പിഷുവിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ആ തമാശ പറയുന്ന വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. പിഷു ശരിക്കും പറഞ്ഞ ഒരു വൃത്തികെട്ട സ്റ്റാൻഡപ്പ് കോമഡി അകത്ത് നിന്ന് എടുത്തു. അത് പിഷു പെട്ടു. ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഇതിൻ്റെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു സംഭാഷണം ഉണ്ടായെങ്കിൽ അവളെ വെച്ച് തന്നെ സ്റ്റോപ്പ് വെച്ചിട്ട് പോ എന്ന് പറഞ്ഞ് നിർത്തേണ്ട കാര്യത്തിന് പകരം അതെടുത്ത് പുറത്തേക്ക് ഇടേണ്ട ആവശ്യം ഇല്ല. എനിക്ക് പിഷുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ, പുള്ളി മര്യാദക്ക് ആ പാലക്കാട് നിന്ന് ജയിച്ച്
വലിയ പൂരന്തരി പോയതാണ്. അതിൻ്റെ ഇടയിൽ കൂടി വെറുതെ ഈ വണ്ടി വളച്ച് എറണാകുളം വരെ വന്ന് ആ മറ്റേ അഡ്ഹോക്ക് ബോഡിയുടെ ചുമതല ഏറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളി മറ്റേ പിഷു എന്ന് വിളിച്ച് പട ഇടിച്ച് തകർത്ത് പുള്ളിയുടെ എനിക്ക് കാണാൻ ശരിക്കും പറഞ്ഞാൽ ഈ പിഷു എന്ന് വിളിക്കുന്ന ഓരോ വെടിയും പുള്ളിയുടെ നെഞ്ചത്തോട് പുള്ളിങ്ങനെ വീട് കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പുറത്തുകൂടി ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പ് ഇട്ടോട് റോളർ കയറ്റിയൊക്കെ നിന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ മുഖമൊക്കെ പരന്ന് മറ്റേ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്. വേറൊരു കാര്യമില്ല, ഒരു ആവശ്യമുള്ള കാര്യം. വണ്ടി കയറി തവളെ പല്ലീനെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അടിച്ചെടുക്കുക ഇപ്പൊ പുള്ളിനെ. അത് ആലോചിച്ച് നോക്കി, ഒരു പേടല് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണ പാലക്കാട് എന്തോ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അങ്ങനെ ചെന്ന് MLA ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്തവണ അവിടെ സീറ്റ് മത്സരിക്കാറുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള തലവേദന വരും. ഇതൊരു പാർട്ട്. പിഷാരടിക്ക് ഒരു കുഴപ്പം പറ്റി. പിഷാരടി അല്ലെങ്കിൽ തന്നെ ഈ ഓവർ തിങ്കിങ്ങിന്റെ ആളാണ് കേട്ടോ. പിഷാരടി കൊറോണ സമയത്തൊക്കെ പിഷാരടി ഇതുപോലെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിഷാരടി പറയുന്നത് പിഷാരടി ഒരു BMW ഇങ്ങനെ മേടിച്ചിങ്ങനെ ഇട്ട് അപ്പോൾ പിഷാരടി ഉണ്ട് നടക്കാറങ്ങുമ്പോൾ EMI അടക്കണം, എല്ലാം അടക്കണം. പക്ഷെ കൊറോണക്ക് പരിപാടിയൊന്നുമില്ല, സിനിമയില്ല. അപ്പോൾ പിഷാരടി ഇങ്ങനെ ഫ്ലാറ്റിന് താഴെ കൂടി നടന്നു വരുമ്പോൾ പിഷാരടി ഇങ്ങനെ ആരോട് വർത്താനം പറയും, BMW വർത്താനം പറയും. നിന്നെ ഇവിടെ വേറെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ കിടക്കേണ്ടവനാണ് നീ, പക്ഷെ ഇവിടെ വന്ന് കിടന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല, നിന്നെ മേടിച്ചപ്പോൾ തന്നെ എൻ്റെ പരിപാടി തീർന്നു പോയി എന്നൊക്കെ പറയും. എന്ന് പറയുന്ന പോലെ കുറച്ച് ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി കളക്ട് ചെയ്തത് പരിപാടി. കൊമേഡിയൻ കൂടി അല്ല അദ്ദേഹം. അപ്പൊ അത്തരത്തില് ചെറിയ അല്ല അതുപോലെ അത് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണെങ്കിൽ ഇത്രയും മനസ്സിലാകാത്ത ശ്വേതയോട് ഈ കോമഡി പറയരുതായിരുന്നു. പക്ഷെ ശ്വേത അങ്ങനെ മനസ്സിലാവാത്ത ഒരാളാന്ന് എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുന്നത്? ശ്വേതയുടെ പല പരിപാടികളും നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്, അതിനകത്തൊക്കെ പച്ചയ്ക്ക് വന്നിരുന്ന ഇതിലും വലിയ ഡബിൾ മീനിങ് തമാശകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായിട്ടുമുണ്ട്, പുള്ളിക്കാരി തന്നെ ആസ്വദിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ മീനിങ് തമാശകൾ മാത്രമല്ല, പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ആളുകളെ രോമാഞ്ച കഞ്ചുകുരാക്കാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യാമറ ബാക്കിൽ നോക്കും, എന്നിട്ട് എന്താ വെച്ചാൽ ഇവരിങ്ങനെ ചെല്ലും, എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഇതുപോലെ ഊഹിച്ചോളാം, വിഷു ഊഹിച്ച പോലെ ഊഹിച്ചോളാം. യഥാർത്ഥത്തില് അതുപോലെ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അതൊരു ഷോയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ സംഭാഷണമല്ലേ. അപ്പൊ ഞാൻ താങ്കളെ വിളിച്ച് സംഭാഷണം നടത്തുന്നതിനിടക്ക് താങ്കൾക്ക് അത് ഇഷ്ടമല്ല, താങ്കളത് ടേക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വെച്ച് വിടണ്ടേ. ആദ്യത്തെ കാര്യം, ഇത്തരം വൃത്തികെട്ട കോമഡികളിലേക്ക് പുള്ളി പോകരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുള്ളി പഴയ ആളല്ല, ഇപ്പൊ പുള്ളി MLA ആണ്. അപ്പൊ നാളെ Xോ Yോ ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ജനം വിചാരിക്കും. പക്ഷെ അതുപോലെയല്ല ഇതെന്ന് പറയുന്നത്, മനസ്സിലായ? ഇനി നാളെ എവിടെന്നെങ്കിലും ഒളിച്ചോടാൻ പറ്റുമോ? കാരണം MLA ഓഫീസിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കില്ലേ? ഇനി ചോദിച്ചിട്ട് തിരിച്ചു പോകണവൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അറിയാത്ത ഒരാൾ പോലും നാളെ വിഷുവിനോട് ചോദിക്കണേ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ തീർന്ന് ആ ദിവസം എന്ത് പറയും? ഒരുപാട് ട്രോൾസും വന്നിട്ടുണ്ട്. വിഷുവിനെ കൊല വിളിക്കും ആളുകൾ. പക്ഷെ ഇതൊക്കെ ശരിയാണ്, അയാൾ ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു. പിന്നെ വിഷു എനിക്ക് തോന്നണത് വിഷുവിന് ഇത്തരം ചില കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായി കാണണം. കാരണം ആ ക്വാളിഫിക്കേഷന്റെ പുറത്തായിരിക്കും വിഷുവിനെ MLA സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത പോലും. കാരണം വെച്ചാൽ അത്തരം ഗ്രൂപ്പിനിടക്കോട്ട് ഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിനിമം മാനദണ്ഡം വേണോ? ഒരിക്കലും എനിക്ക് അത്തരത്തിലെ കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാം. അല്ല, എന്റെ തോന്നലാണ് ഞാൻ പറഞ്ഞ. ഞാനൊരു ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കണേ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പാലക്കാടുള്ള ഒരു ഗ്രൂപ്പിൽ ആരാണ് MLA ആക്കിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ആ MLA ആക്കിയ ആൾക്ക് പല താല്പര്യങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ പിഷു യു ആർ ദ പേഴ്സൺ എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുകൂടി കാരണമായിരിക്കും. പക്ഷെ പിഷു പുറത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജ് ഉണ്ടായ ഇമേജ് എന്താണെന്ന് അറിയാമോ? അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന, കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അവധാനതയോട് സംസാരിക്കുന്ന ആളുകളാണ്. എനിക്കിനി ചോദിക്കാനുള്ളത് മമ്മൂട്ടിയോടാണ്. എന്താണ് പിഷുവും മമ്മൂട്ടിയും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതൊക്കെ ഓക്കെ സാർ. പക്ഷെ നമ്മൾ ഒരു മനുഷ്യനോട് ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ ഇടയിൽ ഒരു ബൗണ്ടറീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ആകാശിനോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല സാറിനോട് സംസാരിക്കുന്നത്. നമ്മൾ തമ്മിൽ സാറിനുള്ള ഒരു റെസ്പെക്ട് ഞാൻ തന്നിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ എല്ലാവരുടെ ഇടയിൽ ഒരു ബൗണ്ടറീസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ക്രോസ് ചെയ്ത് സംസാരിക്കാനുള്ളൊരു ആവശ്യം നമ്മൾ എടുത്ത് ചാടില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന പോലെ ആവില്ല റെസ്പെക്ടഡ് ആയിട്ടുള്ള ഒരാൾ. അല്ല, എന്റെ അടുത്ത പേടി എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇതിനി ഇതിന്റെ അടുത്തൊരു പാർട്ടി ഉണ്ട്. ഈ ശ്വേത ചെയ്തതിൽ തെറ്റുണ്ട്, അതിലേക്ക് ഞാൻ പറയാം. ഇതിന് ആദ്യത്തെ പാർട്ടി ഇത് തന്നെ പറയണം. പ്രത്യേകിച്ച് ഞാൻ മെയിൽ പേഴ്സൺ കൂടി ആയതുകൊണ്ട് ഇത് തന്നെ പറയണം. അതുകൊണ്ട് ഇത് തന്നെ പറയണം. ഇനി അടുത്തത്, സത്യത്തിൽ എനിക്ക് തോന്നണത് ഇന്ന് വൈകുന്നേരം ശ്വേതയുടെ മൊബൈലിലേക്ക് ഈ AMMയിൽ എത്ര ആണുങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ സത്യത്തിൽ എത്ര ആണുങ്ങളുണ്ടോ മിക്കവാറും അവരെല്ലാവരും കൂടി ശ്വേതയെ നാളെ തന്നെ പ്രസിഡന്റാക്കി വെക്കുകയും ഇനി ഞങ്ങൾ ആരും ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഇറക്കണ്ട എന്ന് പറയുകയും ചെയ്യും. കാരണം ഇനി അടുത്ത് എന്താ വരാൻ പോലെന്നുള്ള ടെൻഷനിലായിരിക്കും ചിലപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കണം. ഇതുപോലെയുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ശ്വേതയൊക്കെ ചെയ്തൊരു പണിയുണ്ട്. ശ്വേത ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ കണക്ക് എവിടെ നിൽക്കണ കണക്കിന് ഉത്തരം പറയണം. 15 കോടി ഇങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദാനിയുടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടുമായിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾ തിരികെ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയണം. മൂന്നാമത്തേത്, 2 കോടി രൂപ മേടിച്ചിട്ട് BJP സ്ഥാനാർത്ഥികളെ കൊടുത്തോ ഇല്ല എന്നുള്ളതിന് നിങ്ങൾ ഉത്തരം പറയണം. അതാണ് മര്യാദ.
ആ മര്യാദ എന്ന് പറയുന്നത് പാലിക്കാതെ മറ്റേ ഇപ്പുറത്ത് വന്ന് ഈ പറയുന്ന ആളുകളെ മറ്റേ താറടിക്കുന്ന പണി ചെയ്യുന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ഇതോടുകൂടി പിഷു എന്ത് ചെയ്തിരിക്കുന്നു, വീണിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. പിഷാരടിയോട് ഈ കാണിച്ചത് മര്യാദയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കണക്കിലും തോന്നുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരുടെ ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ട്. അത്തരം ഒരു സീമ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ തമ്മിൽ ഇതിനു മുന്നേയും അത്തരത്തിലുള്ള ജോക്കുകൾ ആസ്വദിച്ച ആൾക്കാരായിരിക്കണം, വേറൊരു രീതിയിലും അല്ല പറയുന്നത്. അങ്ങനെയുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ സൗഹൃദപരമായിട്ടുള്ള ഇത്തരം ജോക്സ് എടുത്തിട്ടതായിരിക്കാം. എന്റെ പൊന്ന് ഐശ്വര്യ, ഇത് അവര് തമ്മിൽ ആ ജോക്ക് ആസ്വദിച്ചിരുന്നെങ്കിൽ നമ്മളാരും ഇത് അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചില്ല നിങ്ങൾ ആസ്വദിച്ചത്. ഞാൻ പറഞ്ഞത് ഇത് ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ആ ജോക്ക് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇന്ന് എങ്ങനെ പുറത്തേക്ക് വന്നത് നിങ്ങൾക്കറിയോ? ഇത് ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ, ഒരു ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ ഇത് ഏറ്റവും ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്നു. അതിൽ തന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാറിനൊക്കെ ബന്ധമുള്ള പല കാര്യമാണ്. അപ്പൊ അവര് കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് വന്നിട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്താ നടത്തിയെന്ന് അറിയോ? അതായത് ശ്വേത പ്രസിഡന്റ് ആയത് ഞങ്ങളുടെ ആളല്ല, പക്ഷെ അവരൊരു നാഷണലിസ്റ്റ് ആണ്, അതുപോലെ മോദി ഇഷ്ടമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇപ്പം ഇതിനു മുമ്പ് ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് CPM കാരാണ് AMMA ഭരിക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടൂ, ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കൂ, ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ അറിയാം എന്നൊക്കെ സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് വന്നേക്കണത്. ഇത് ഉറപ്പായിട്ടും ഈ പറയുന്ന BJP-യുടെ സംഘപരിവാറിന്റെ ഒരു ചാനൽ ഇതെന്ന് പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ടും ആ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സാധനം പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ പുറത്ത് വന്ന വോയിസ് ക്ലിപ്പിൽ ശ്രദ്ധിച്ചോ, പിഷാരയുടെ വോയിസ് AI മിക്സ്ഡ് ആണ്, ശ്വേതയുടെ വോയിസ് അതുപോലെ തന്നെ കൊടുത്തിരിക്കണം. എനിക്ക് തോന്നുന്നില്ല AI മിക്സ്ഡ് ആണെന്ന് തോന്നുന്നില്ല. അത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. സൗണ്ട് വേരിയേഷൻ. അത് പക്ഷെ എനിക്ക് തോന്നുന്ന പുള്ളി മിമിക്രിക്കാരനായതുകൊണ്ടായിരിക്കും, അല്ലാതെ എനിക്ക് തോന്നില്ല അതാണ്. അല്ല, ശ്വേതയുടെ ഇവര് തമ്മിലുള്ളത്, ശ്വേതയ്ക്ക് പരാതി കൊടുക്കാമല്ലോ, ഇങ്ങനത്തെ ഒരു കാര്യം പുറത്തു വിട്ടാൽ ഇവർക്ക് പരാതി കൊടുക്കാമല്ലോ. ആസ് എ വുമൺ അവർ പല പരാതികളും കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പരാതി കൊടുക്കില്ല എന്നൊരു ഉറപ്പ് ശ്വേതയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് കൊണ്ടല്ലേ എന്റെ ഇത്ര ധൈര്യത്തിൽ കൊടുത്തത്. ഇത് എന്തൊക്കെയാണ് താങ്കൾ ഇരുന്ന് പറയുന്നത്? ഇത് ശ്വേതയാണ് കൊടുത്തേക്കുന്നത്. അതെ, ശ്വേത കൊടുത്ത് BJP സോഴ്സിൽ കൂടെ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആരോപിക്കുന്ന BJP ബന്ധം അവർക്ക് ഉണ്ടാവണ്ടേ? ഇത് ശ്വേത ആദ്യമേ തന്നെ വിട്ടിട്ടുള്ള മറ്റേ ഇത് കൃത്യമായിട്ട് ഒരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പിനെ കട്ട് ചെയ്ത പാർഷനാണ് അവർ പുറത്തു വിട്ടേക്കണം. രണ്ടാമത്തതും അവർ തന്നെയാണ് പുറത്തു വിട്ടേക്കണം. ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഞാനും BJP സോഴ്സിൽ കൂടി അല്ല, തീർച്ചയായിട്ടും അവർക്ക് ബന്ധമുള്ള സ്ഥലങ്ങളിൽ കൂടി അവർ പുറത്തു വിടും. അവര് മനഃപൂർവ്വമായി ഇത് പുറത്തു വിട്ടേക്കണേണ്. പുള്ളിക്കാരി ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കോൺഗ്രസ് ആണ് പുള്ളിക്കാരി കോൺഗ്രസോ CPM-ഓ ജമാഅത്തെ ഇസ്ലാമിയോ ഇനി പറഞ്ഞ പോലെ സമാജ്വാദി പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസോ എന്തോ ആട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിന്റെ അടുത്തോട്ട് പറയേണ്ട വിഷയമല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞു പോയത് കൊണ്ട് നമുക്ക് ആകെ ഇവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ 15 കോടിയുടെ കഥ ഉള്ളതാണോ, ഈ 2 കോടിയുടെ കഥ ഉള്ളതാണോ, നിങ്ങളുടെ കണക്കുകൾ എവിടെ എന്നുള്ളത് മാത്രമേ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ കണക്കൊന്നും കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് രാത്രി ചിലപ്പോൾ ശ്വേതാമേന്റെ വീട്ടിലേക്ക് ഒരു ജാഥ കിടക്കുകയും ആ ജാഥയുടെ ഭാഗമായിട്ട് അവരെ പല്ലക്കിൽ ചുവന്നു കൊണ്ടുപോയിട്ട് അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ താങ്കൾ ഈ പറയുന്ന പോലെ ഇത് മറ്റേ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ എന്നുള്ള സ്റ്റേറ്റിലല്ല. ഇപ്പൊ അമേരിക്കയിൽ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയും. ഇപ്പൊ നമ്മുടെ കമല ഹാരിസിന്റെ അനിയത്തി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. കമല ഹാരിസിന്റെ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിത്തം കഴിയാറായ സമയത്ത് ഒരു ഗർഭം ധരിച്ചു. അവരൊരു കുട്ടിയെ ജനിപ്പിച്ചു. അതിന് ശേഷം കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം അതിനെ വളർത്തിയതിന് ശേഷം അവർ വലിയ നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അവർ വലിയ ജോലിക്ക് കയറിയിരുന്നു. പയ്യനും ഇപ്പം ഏതാണ്ട് എനിക്ക് കൊണ്ട് ജോലിക്ക് കയറിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ കമല ഹാരിസ് ഇലക്ഷൻ നിന്നപ്പോൾ പോലും ഈ മറ്റേ അനിയത്തി ആരെയാണ് ഭർത്താവ്, ഇത് ആരുടെ കുട്ടിയാണെന്നൊന്നും ചോദിച്ചില്ല. ഒരുപക്ഷെ കമല ഹാരിസിന്റെ അമ്മ ചോദിച്ചിട്ടുണ്ടാവും, അതുപോലെ കമല ഹാരിസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ നാട്ടുകാരും ചോദിച്ചില്ല, അതിൽ ഇടപെടില്ല. അങ്ങനെ ഇടപെടാത്തൊരു സൊസൈറ്റി ഒന്നും അല്ലെന്നേ നമ്മുടെ ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എപ്പോഴാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, എപ്പോഴാണ് കേരളത്തിൽ ഈ മറ്റേ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ന്യൂസ് ചാനലുകൾ കിട്ടിയെന്നറിയാം? അപ്പൊ ദിലീപ് അറസ്റ്റ് ചെയ്തപ്പോഴാണ്. അതായത് അന്ന് സൈരിയലുകൾ താഴെ പോവുകയും ആ ആഴ്ചകളിൽ ദിലീപ് അറസ്റ്റ് ചെയ്ത ആഴ്ചകളിൽ വേറെ ഒന്നും കാണിക്കണില്ല. ദിലീപ് മറ്റേ ഇതിലേക്ക് കയറിപ്പോണ സീൻ മാത്രം കാണിച്ചുകൊണ്ടിരുന്നത്, തിരിച്ചിറങ്ങിപ്പോൾ തിരിപ്പോഴും. പിന്നെ എൻ്റെ ഓഫീസിലൊരുത്തൻ ചെന്നൈയിൽ നിന്ന് ഇന്റർവ്യൂ വന്നു. തമിഴ്നാട്ടാ, ശ്രദ്ധിച്ചേക്കണം, തമിഴ്നാട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും മലയാളമൊക്കെ അറിയുമെന്ന് ചോദിച്ചു. മലയാളം അറിയില്ല സർ, ചില നടന്മാരെ അറിയാമെന്ന്. അപ്പൊ ഞാൻ വിചാരിക്കണം മോഹൻലാലും മമ്മൂട്ടിനെയൊക്കെ അറിയാന്നല്ലേ. അല്ല, ഏത് നടനെ അറിയാം? ദിലീപിനെ അറിയാമെന്നാണ്. പിന്നെ അടുത്ത വാചകത്തിൽ അവർ എന്നോട് പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയുടെ പേരെ പറഞ്ഞു.
അപ്പോൾ അവിടെ വരെ ഇത് അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ച് എന്ത് ചെയ്ത് എടുത്ത്. അതേസമയം അവന് വേറൊരു കാര്യം അറിയാൻ പാടില്ല, അവൻ ചെന്നൈയിൽ ജീവിച്ചവരാണ്. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ കാര്യം എന്ന് പറയുന്നത്. ഇനി എനിക്ക് ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു അനുഭവമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളവിടെ എൻ്റെ കൂടെ തന്നെ എൻ്റെ സെയിം ഏജിൽ തന്നെ ഉള്ള ഒരുത്തൻ, അവൻ കല്യാണം, ഞങ്ങളൊക്കെ മറ്റേ ബാറ്റ് കളി ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ തിയോഫിൻ എന്ന് പറഞ്ഞൊരു പുള്ളി, സെബാസ്റ്റ്യൻ എന്നാണ് ഞാൻ കഴിഞ്ഞ ചാനലിൽ പറഞ്ഞത്, മാറ്റി ഇനി മാറ്റിയൊന്നും പറയല്ല. തിയോഫിൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ കല്യാണം നടത്തി. അപ്പൊ കല്യാണം നടന്ന ദിവസങ്ങളിൽ ഈ കല്യാണം നടന്നിട്ടുള്ള ആ ദിവസം ഉണ്ടല്ലോ, 2-3 ദിവസത്തിനിടയ്ക്ക് പുള്ളി വീണ്ടും വന്ന് നമ്മുടെ അടുത്ത് കളിക്കാനും വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ലിജി പുള്ളിയോട് പറയുന്നത്, അതായത് ലിജിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്, അവൻ പുള്ളിയോട് പറയുന്നത്, അപ്പൊ നേരത്തെ പോകണമെന്ന് പറഞ്ഞു. പുള്ളി 6-6-7 മണിയാകുമ്പോൾ പോകണമെന്ന്, സാറിന് 8 മണി 9 മണി നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ്റെ ഡയലോഗാണ്, നമുക്കറിയാം പരിപാടി ആയിരിക്കുമല്ലോ ഇത്. ഇത്ര കേട്ടപ്പോൾ തന്നെ, പക്ഷെ പുള്ളിക്ക് തന്നെ അത് വലിയ വർഷമായി പോയി. പുള്ളി തിരിച്ചു ചെയ്തിട്ട് പറഞ്ഞേട്ട, ഇവരെ കുറെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞേ, ഞാൻ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പരിപാടികൾ പലതും ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് നീ ചീത്ത പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള ഒരു തമാശകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ എന്തുണ്ട് താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ തിയോഫിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ച് റിയാക്ട് ചെയ്തു. ആ ഒരു റിയാക്ഷൻ ഇവിടെ ശ്വേതാമേനോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അല്ല, അത് മനസ്സിലായില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, മനസ്സിലായില്ലെന്ന് മാത്രമല്ല അവര് വേറൊരു വാചകം കൂടി പറഞ്ഞു. അത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വളരെ സ്ട്രേറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശ്വേതാമേനോനെ സംബന്ധിച്ച് ഇതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമായിട്ട് എടുത്തു വെച്ചിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. മനസ്സിലായി? അതിലേക്ക് ചെന്ന് അങ്ങോട്ട് കയറി കൊടുത്തു. ആ കയറി കൊടുത്തതിന്റെ ഫലം ഇപ്പൊ പിഷു എന്ത് ചെയ്താൽ പറ്റും? സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ പ്രശ്നം എന്താണെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ വിളിച്ചവര് മാത്രമൊന്നുമല്ല, പിഷുവിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. AK-47 അല്ല, AK ശശീന്ദ്രൻ, രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ. അപ്പൊ പുള്ളി ശരിക്കും ഞാൻ എന്റെ കണ്ണുകളിൽ പോയൊരു സംഭവമുണ്ട്. പുള്ളി മറ്റേ മംഗളം ചാനലിലെ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരുന്ന മംഗളത്തിലൊരു ലേഡി, അവര് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ചില ദൗർബല്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് മനഃപൂർവ്വം ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് അവർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം വന്നതാണ്. ആ ഡയലോഗ് ഒന്ന് കേൾക്കേണ്ടത്. ഇതിന്റെ കുഴപ്പമെന്താന്ന് അറിയാം? അയ്യോ, അത് ബാക്കിയുള്ളതൊക്കെ പറയല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ കുഴപ്പമെന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് ഞാൻ തലവരവിച്ചു വരും, മുഴുവൻ കേട്ടിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മരിച്ചെന്ന് വിചാരിച്ചു, റീത്ത് വെക്കാൻ പറ്റുമ്പോൾ പോലും നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ചിരിയും കൂടി ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രശ്നം. സത്യം പറഞ്ഞത് ആലോചിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ അവിടെ മറ്റേ നിയമസഭയിൽ പിഷു ആളുകൾ ട്രോൾ ചെയ്യുന്നത്, കോമഡി ഇതൊക്കെ കണ്ട് ഞാൻ എന്ത് ചെയ്തു, കൈവിട്ടുപോയി. സാധനം പറയണ്ടല്ല, ഇനി ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലൊരു ശരിയാണ്, താങ്കൾ പറഞ്ഞത്രയും കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മനസ്സിലായോ? പക്ഷെ പുറത്തേക്ക് വിടാതിരിക്കാനുള്ള മാന്യത ശ്വേത കാണിക്കേണ്ടതാണ്. പക്ഷെ അവരുടെ വജ്രായുധം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട AMMA സംഘടനയിലെ അപ്പയില്ലാത്ത ഹാജയെ എല്ലാവരും മനസ്സിലായിക്കോളൂ. അവരുടെ ആയുധം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ചെല്ലുക, ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർ അടവടല തരും, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞു. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ചത്താലും എന്റെ ഓട്ടം എന്തായിരിക്കും, ഞാൻ ചത്താലും ശരി എന്റെ ഓട്ടം എന്തായിരിക്കും. കാരണം ഇതിന്റെ അടുത്ത പ്രശ്നം എന്താ അറിയോ, മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു ആരോപണം പറഞ്ഞു വെച്ചോ, ഈ ഒരു വോയിസ് ഞാൻ പറഞ്ഞ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചെന്ന് വെച്ചോ, എന്തായിരിക്കും ബാക്കിയുള്ള ചോദിച്ചത്? ഇയാളെ കൊണ്ടൊക്കെ ശല്യം. ഇത് ഈ സെയിം സാധനം ഉണ്ടല്ലോ, പണ്ട് മോഹൻലാൽ ഒരു ഇന്റർവ്യൂല് എയ്ഡ്സ് ഉണ്ടോ എന്നൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുമ്പോൾ ഉണ്ടാകുമായിരിക്കും, അദ്ദേഹത്തിന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ പറയും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, അറിയില്ല. എത്ര പേര് ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൗണ്ട് പോലെ ചോദിക്കുമ്പോൾ അദ്ദേഹം അതെ, അപ്പൊ അത് ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജോണി ലൂക്കോസ് ഒരു ഇതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, ഇതിന് ശേഷം എനിക്ക് വന്ന ഒരുപാട് കോളുകള് പല പ്രമുഖ നടിമാരുടെ ആയിരുന്നു, ശരിക്കും ഉള്ളതാണോ അല്ലാതെ പേടിച്ചിട്ടെന്ന്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ശ്വേതയുടെ അവസ്ഥയിൽ വരാൻ പോണത്. വലിയൊരു ആരോപണം പറഞ്ഞേ, ഞാനത് ഏറ്റെടുക്കല്ല. ഇല്ല, ഇത് അല്ലെ പ്രമുഖ നടിമാരെന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അല്ല, ഇതിൽ ഏറ്റവും വലിയ വേറൊരു വീഡിയോ ഞാൻ പറയാം. ഞാൻ ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചിരുന്നു. ഈ ഇന്റർവ്യൂ, അതായത് മോഹൻലാലിനെ കുറിച്ച് വളരെ ആലോചിച്ചിരുന്നു. എപ്പോഴാണെന്നറിയാമോ? എനിക്ക് ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂ കേട്ടപ്പോൾ, ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ ഒരു കാര്യം പറഞ്ഞത്, അത് കേട്ടത് നിങ്ങള്? ഏതാണെന്ന് ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മിപ്രിയ പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ
ഇഷ്ടപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൈവത്തെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഹഗ്ഗിങ് കെട്ടിപ്പിടിക്കുക, ഹഗ്ഗിങ് മദറിനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കുമ്പോ ഒരാള് മോഹൻലാലിനെ പോലെ ആയില്ലോ, അത് ഭാഗ്യം എന്നാണ് എനിക്ക്. അപ്പൊ എന്താന്ന് വെച്ചപ്പോ ഞാൻ എന്താണ്, അല്ല പുള്ളി ഓഷോ രജനീഷിനാണ് എന്ത് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പൊ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് ശരിക്കും തുടക്കം, ഞാൻ കഴിഞ്ഞോളം പറയുന്നത് ഇത് തുടക്കം മാത്രമാണ്. ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും. ഇതിന് ഇപ്പുറത്തെ സൈഡ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, ആദ്യമേ തന്നെ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിപ്രിയയുടെ പരിപാടികളോടുകൂടി ഇവരുടെ ആകെ ഡാമേജ് തകർന്നു ആയിരുന്നു ഇവരുടെ ഫീൽഡ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റവരെന്ത് ചെയ്തു, ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഉയർന്നു വന്നപ്പോഴത്തേക്ക് പിഷുവിൻ്റെ വെടിവെച്ചതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഒരു മിസൈൽ വീണ് കിടക്കുന്നതിൻ്റെ ആഘാതത്തിൽ ഇപ്പോൾ ആരും ജയിച്ചേക്കണേ, ശ്വേത ജയിച്ചേക്കണേ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഊഴാണ്. ഇങ്ങനെ ഊഴങ്ങൾ വരുന്നത് കൊണ്ടിട്ട് എനിക്ക് ഒരൊറ്റ കാര്യമേ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും എന്ത് ചെയ്യുക, ടി വിയുടെ മുമ്പിൽ നിന്ന് ദൃശ്യമാധ്യമ രംഗത്തുനിന്ന് വിലക്കും, വേറെ വഴിയൊന്നുമില്ല. അല്ല, ഇത്തരത്തിലാണെങ്കിലും ഉണ്ടല്ലോ ഈ പറയുന്നത് പോലെ ഇവര് ഇത് ഫ്രീസ് ചെയ്ത് മാറ്റി വെക്കുക ചെയ്തത്. ഇത് എന്തായിരുന്നു ആദ്യം മുമ്പിൽ സാർ ഒന്ന് ആലോചിച്ചു. ആദ്യത്തിൽ സാറ് പറഞ്ഞ പോലെ ഇവിടുത്തെ വിവാദം എന്തായിരുന്നു, അമ്മയുടെ പ്രശ്നം എന്തായിരുന്നു, അഴിമതി കണക്കായിരുന്നു. ഇതിൽ എവിടെയെങ്കിലും ഒരു ഇതുണ്ടോ, എവിടെയെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? കംപ്ലീറ്റ്ലി കൊണ്ടുപോകണത് ഇപ്പൊ എന്റെ പൊന്ന്, ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ഇതൊരു അവിഞ്ഞ ക്ലബ്ബാണ്, ഇവിടെ ഒന്നും ആവശ്യമില്ല ഇത്. പക്ഷെ ഇതിനൊന്നും ഉത്തരം പറയണ്ട. ഞാൻ ഇതിന് എനിക്ക് ഗംഭീരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്, ഞാൻ പറയാഞ്ഞിട്ടാണ്. ഇപ്പൊ ഞാൻ താങ്കളോടൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ ദാവൂദ് ഇബ്രാഹിം, ഓക്കെ, പുള്ളിയുടെ ബിസിനസ് എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പുള്ളിയുടെ ബിസിനസ് നടക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പുള്ളി ഗുണ്ടകളെ വെച്ച് അവരെ നിർത്തണം. അല്ല, പുള്ളിക്ക് വലിയൊരു ബലഹീനത ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ താങ്കൾ തമ്മിൽ ഒരു ബിസിനസ് നടത്തി, ഇപ്പൊ ഞാൻ താങ്കളെ പറ്റിച്ച് താങ്കൾ കോടതി പോകാം, പോലീസ് സ്റ്റേഷനിൽ പോവാം. ആ സമയം ദാവൂദ് ഇബ്രാഹിമിന് പോയിട്ട് പറയാൻ പറ്റുമോ, മുംബൈ മറ്റേ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ 400 കോടി രൂപയുടെ ഹാഷിഷ് കപ്പൽ ഇവ മുക്കിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആദ്യം നീ വന്നകത്ത് കിടക്കുന്നു പറയൂലേ എന്ന് പറയണ പോലെ ഇവിടെ കണക്കിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ കണക്കിന്റെ ആവശ്യമില്ലാതെ അഡ്വോക്ക് കമ്മിറ്റീനെ തകർത്തെറിഞ്ഞില്ലേ ശരിക്കും. സത്യം പറയണെങ്കിൽ ഞാൻ പറയണത് ശ്വേതനൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് പലസ്തീനിലേക്ക് വിട്ട മറ്റു രാജ്യം തകർന്ന് തരിപ്പടോയി പേര്. അല്ല, ഈ അഡ്വോക്ക് കമ്മിറ്റീനെ തകർത്തെറിഞ്ഞു എന്ന് പറയുന്ന വാചകം ശരിയല്ല കേട്ടോ. പിഷാരടിക്ക് മാത്രം എതിരായിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പിന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു സാധനം കൂടി ഇതിനകത്ത് വരും. എന്റെ പൊന്ന്, താങ്കൾ പറയണ പോലെ എല്ലാ കാര്യം, താങ്കൾക്ക് ഇത് ഒരു സൈഡിൽ നിന്ന് പൂരം കിട്ടണോണ്ടാണ് ഈ കുഴപ്പമുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ രാജിവെച്ചെന്ന് പറഞ്ഞ് താങ്കൾ ഓടിക്കളഞ്ഞ ഈ ക്രൈമിൽ നിന്ന് പോലും രാജിവെച്ചതാവൂല. രാജിവെച്ചു എന്ന് പറയുന്നത് പല അമേരിക്കൻ പ്രസിഡന്റുമാർ ലോകത്ത് പലരും രാജിവെച്ചിട്ടുണ്ട്. രാജിവെച്ചു എന്ന് ഹെൻറി കിസിഞ്ചർക്ക് റിച്ചാർഡ് നിക്സൺ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എഴുതി കൊടുക്കണം, റിട്ടൺ വേണം. റിട്ടൺ കൊടുത്തിട്ടില്ലേ അതെപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം. ഇനി രാജി കൊടുത്തെന്ന് വെച്ചോ, രാജി കൊടുത്താൽ രാജി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്ന് വെച്ചോ, ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ താങ്കൾക്ക് ഇത് വേണമെങ്കിൽ പിൻവലിക്കാം. നിയമപരമായി ആകെ പെട്ടു. ഇനി പാവം ശരിക്കും പോണ വഴിക്ക് ഇതിനിടക്ക് വെറുതെ ആ AK-47 എടുത്ത് 2 വെടി പിഷുവിന് വിട്ടു, പിഷുവും തകർത്ത് വീണു. അതായത് അഡ്വോക്ക് കമ്മിറ്റി ഇല്ലാതായി. പിന്നെ അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടെങ്കിലും അവിടെ നിയമപരമായിട്ടൊരു സാധ്യതയും ഇല്ല. ഇതിന്റെ പിറകിൽ കൃത്യമായി ശ്വേതക്ക് ആരോ ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെ ഇവർ വെടിവെച്ചില്ല. നിങ്ങളെ മറ്റേ ശ്വേതനോട് ചോദിച്ചിട്ടുണ്ട്, കണക്കുണ്ടോ? കണക്കില്ല. മറ്റേ കാശിക്ക് അത് ഉത്തരം പറയണ്ടോ? അതിന് ഉത്തരം പറയാനോ. പിന്നെ എങ്ങനെ വെടിവെച്ചില്ല? പിന്നെ വെടിവെച്ചിട്ടുള്ള ആയുധങ്ങളാണ് നേരിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആഹാ കൊള്ള കലക്കി, ഇത് രണ്ടെണ്ണം, ഇത് പെട്ടെന്ന് വിടരുത്, ഇത് ഒരെണ്ണം വിട്ടോ എന്ന് പറഞ്ഞാൽ വിട്ടു. അതാണ് സംഭവിച്ചേക്കണ. ഇപ്പൊ സാർ പറഞ്ഞതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിന് വേണമെങ്കിൽ ടിവിയുടെ മുമ്പിൽ പിടിച്ചെടുത്താൻ ഇത് ഉപകരിക്കുമായിരിക്കും. പക്ഷെ നിയമപരമായിട്ട് പോയാൽ ഇതിന് എന്ത് വാലിഡിറ്റി ആണുള്ളത്? നിയമപരമായിട്ട് പോകണമെങ്കിൽ ജനറൽ ബോഡി വിളിച്ച് നിയമപരമായി ഇവരുടെ രാജി, സത്യം പറഞ്ഞാൽ ഇതിന് ബോധമുള്ള ആരുമില്ല. ആ ബോധമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞ് ഇവരങ്ങ് ഓടിപ്പോണ വഴിക്ക് എന്ത് ചെയ്തേക്ക് ഈ ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ടേക്കെന്ന് പറയണം. മനസ്സിലായി? ഇവർ 2 കോടി രൂപ നിങ്ങൾ മറ്റേ BJPയുടെ നിന്ന് മേടിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ കൊടുത്തതെന്ന് പറഞ്ഞതും ശരിക്കും പറഞ്ഞാൽ ശ്വേത പഴയ സ്പോർട്സ് പേഴ്സണാണ്. ശ്വേത ശരിക്കും പറഞ്ഞാൽ ഉഷയെ തോൽപ്പിക്കുന്ന ഓട്ടോ അവിടെ നിന്ന് ഓടി, പിന്നെ ആരോ പോയി തിരിച്ചു കൊണ്ടുവരിക ചെയ്ത്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ ആ ഇമോഷണൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതിൽ ഒപ്പിട്ട് മേടിക്കണമായിരുന്നു. ഇനി ഒപ്പിട്ട് മേടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാരണവും ഗുണവും ഇല്ല, നിൽക്കില്ല. ഇവർ ഇമോഷണൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടിപ്പോയ സമയത്ത് ഇവർ അഡ്വോക്ക് കമ്മിറ്റി വെച്ചു എന്ന് ഇപ്പൊ സാറ് പോലും പറയുന്നുണ്ട്. പക്ഷെ ഇവര് എഴുതി അന്നത്തെ ദിവസത്തെ മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ഇവര് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് കോടതിയിൽ. ആ മിനിറ്റ്സിനകത്ത് ആരും ഒപ്പിട്ടിട്ടില്ല, അത് വേറെ കാര്യം. ആ മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്നത് ചായ കുടിക്കാൻ പിരിഞ്ഞു പോയ സമയത്ത് 9 പേരുടെ അഡ്വോക്ക് കമ്മിറ്റി അവർ രൂപീകരിച്ചു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ പുതിയ വാദം അതാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
സത്യത്തിൽ ഞാൻ ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ കിടന്ന് തല്ല് പിടിച്ച് മരിക്കൂ, കോടതിയിലൊന്നും ബുദ്ധിമുട്ടിക്കില്ല എന്നാണ്. കോടതിയിൽ ഏതാണ്ട് 1.5 കോടി ആളുകളുടെ കേസുകൾ പാവങ്ങളുടെയൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചില ഈ പറയുന്ന പോലെ ചെറിയ അസ്ക്യതകൾ, ചെറിയ സൂക്കേടൊക്കെ മൂന്നിട്ടുള്ള കേസുമായിട്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് താങ്കളൊക്കെ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ലീഗലി ശരിക്കും പറഞ്ഞാൽ ശ്വേതാ മേനോൻ തന്നെയാണ് ഇപ്പോഴുള്ള പ്രസിഡന്റായിട്ട് വരാനുള്ള, താങ്കളിപ്പോൾ ഇവിടെ കേസൊക്കെ കഴിയുമ്പോൾ നോക്കിക്കോ വരാനുള്ള സാധ്യത. പിന്നെ കേസിൻ്റെ ഒരു ഗുണമുണ്ട്, കേസൊക്കെ നീണ്ടു പോകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇതിൻ്റെ കാലാവധി തീരും. അടുത്ത ജനറൽ ബോഡി വിളിച്ച് കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ നടത്തി, അല്ലെങ്കിൽ റിസീവർ ഭരണത്തിലേക്ക് പോയോ കോടതി നിയോഗിക്കുന്ന ആരുടെയെങ്കിലും അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരേ ഒരു അഭിപ്രായം കോടതികളുള്ളത്, കോടതി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന ആളാരാണെന്ന് വളരെ വിശദമായി കോടതി പഠിച്ചിട്ടോടെ പറഞ്ഞു വിടാം. നിസാരക്കാരായ ആരെങ്കിലും കൂടി പറഞ്ഞു വിട്ടാൽ ഇതുപോലെയുള്ള 10-25 വെടികൾ കൊണ്ട് പുള്ളി എന്ത് ചെയ്യും, തീരും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഇവിടെ കോടതിക്ക് അപ്പുറത്തേക്ക് ഇവരുടെ ബൈലോ പ്രകാരം, അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ട് ഉണ്ട്, ആ ആക്ട് പ്രകാരം സെക്ഷൻ 39 അതിൽ ഇത് വെച്ചില് സർക്കാരിന് ഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാക്കാൻ പറ്റും, ഇതിനെ ഏറ്റെടുക്കാൻ പറ്റും. ഒരു 2 മാസത്തെ കാലാവധിക്കുള്ളിൽ സർക്കാർ തന്നെ നേരിട്ട് അടുത്ത ഇലക്ഷൻ നടത്തി പുതിയ ആളെ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ആയിരിക്കും ഇതിൽ കുറച്ചൊരു ബെറ്റർ വേ എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് ആയാൽ പിന്നെ വലിയൊരു സംഭവം കൂടി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ആ ഉദ്യോഗസ്ഥൻ മിക്കവാറും 2 മാസം കഴിയുമ്പോൾ രാജിവെച്ച് പോകേണ്ടി വരും. അപ്പം വല്ല മറ്റേ ആന്ധ്രാപ്രദേശിലോ മറ്റേ ലക്നൌവിലോ ഗുർഗാവിലോ ഒക്കെ പോയിട്ട് വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവര് അതായത് ഗവൺമെന്റ് ജീവനക്കാരനൊക്കെ ഇത് വലിയ അത്ഭുതമായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, സംഭവം എന്ത് ചെയ്തു. പിന്നെ ഇതിലാകെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥ എന്താണ്, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യട്ടെ, ഇരിക്കട്ടെ എന്നങ്ങാട് പറയുക. അടുത്ത തെരഞ്ഞെടുപ്പ് താങ്കൾ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇടപെട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താം, അതുപോലെ തന്നെ കോടതി ഇടപെട്ടാലും നടത്താം. ആ റിസീവർ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താം. പിന്നെ ഇതൊക്കെ രണ്ടും ചെയ്യണത് ഇവർക്ക് വലിയ ദോഷമാകൂട്ട. അതെന്താന്ന് കൂടി അറിയാമോ? ഇതിനകത്തുള്ള കണക്കുകളോ, ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, താങ്കളവരുടെ എക്സ്പ്ലനേഷൻ ചോദിക്കരുത്. ഇതിനകത്തുള്ള കണക്കുകളോ, ഇതിനകത്ത് വന്നേക്കണ കാശോ, ഇത് കാശിന്റെ കൂടുതലുള്ള കമ്മീഷനോ ഒക്കെ എല്ലാവർക്കും തലവേദനയും, എല്ലാവർക്കും തലവേദനയും. കാരണം എന്താ വെച്ചാൽ ഇതിലൊന്നും കൃത്യമായിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്, കണക്കുകൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻക്വയറി ഒന്നും ഒരു ഗവൺമെന്റ് നടത്തൂല. കാരണം എന്ന് വെച്ചാൽ അത് മമ്മൂട്ടി മോഹൻലാലൊക്കെ അപ്പുറത്തുള്ളതുകൊണ്ടും വലിയ സ്വാധീന ശക്തികളായി നിൽക്കുന്നതുകൊണ്ടാണ് അത് നടത്താത്തത്. അതുകൊണ്ട് അത് നടത്താത്തതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, കാരണം സ്വാധീനമുള്ളതുകൊണ്ട്. പക്ഷെ നടത്താൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ, കോടതി എങ്ങാനും വരെ റിസീവർ വെക്കുകയോ മര്യാദക്കാരനാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പണി മൊത്തം ആണ്. ഇത് ഈ ഭരണസമിതി പല ഭരണസമിതികളും മറുപടി പറയേണ്ടി. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, സീസ് ഫയർ എഗ്രിമെന്റ് പ്രഖ്യാപിക്കണ പോലെ. ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അസിമുലിന്റെ നേതൃത്വത്തിൽ മറ്റേ ട്രംപൊക്കെ ആയിട്ട് ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ചെല്ലുക ഇതിന്. പിന്നെ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതിനു പോലും നിൽക്കില്ല. ഇപ്പൊ മിക്കവാറും ഇതിലുള്ള മെയിൽ പേഴ്സൺസ് എല്ലാവരും കൂടി വന്ന് ഞങ്ങൾ ശോഭക്ക് മറ്റേ ശ്വേതാ മേനോൻ എന്നെ പിന്തുണ പറയാനുള്ള എല്ലാ സാധ്യതയും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറയാം, പാലക്കാട് നിയമസഭയ്ക്ക് ഒരു വലിയ ചീത്തപ്പേരായതുകൊണ്ട്. പക്ഷെ പാലക്കാട് പിഷാരടിക്കെതിരെ ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അല്ല, പിഷാരടിക്കെതിരെ സംഭാഷണമാണത്. അല്ല, അത് ശരിയല്ല, അത് ഞാൻ യോജിക്കുന്നു, ശരിയല്ല. പക്ഷെ പുറത്ത് വന്നാൽ അത് ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു, മനസ്സിലായി? ആ ചിരിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ചിരി ചിരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ചിരിയിൽ എല്ലാ ഡാമേജ്. ശരിക്കും പറഞ്ഞാൽ പിഷാരടി ഇതങ്ങ് പറഞ്ഞാൽ പോലും കുഴപ്പമില്ലായിരുന്നു, ഇത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചിരി ചിരിച്ചതോടുകൂടി പിഷാരടിയെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, ഒരു ചെറിയ അസ്ക്യത ഉണ്ടെന്നുള്ള തോന്നൽ എന്ത് ചെയ്തു, വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യം. സത്യം പറഞ്ഞാൽ എന്തിനാണ് പിഷാരടി അവിടെ പോയ അഡ്ഹോക്ക് കമ്മിറ്റി, ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്നെ ഓടിക്കളയായിരുന്നു അഡ്ഹോക്ക് കമ്മിറ്റിയുടെ. ഞാനില്ല, പിഷാരടി നല്ല മെയ്വഴക്കമുള്ള ഒരാളാണ്, ഗംഭീരമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ അതൊക്കെ ചെയ്ത ഒരാൾക്ക് ഇതാണ് അവസ്ഥ. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ട് AMM മേല തർക്കങ്ങൾ തുടരട്ടെ. നമ്മൾ കൂടുതൽ ക്ലിപ്പുകൾക്കായി കാത്തിരിക്കും.